ഹായ് ഗീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗീസ്. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ഗീസ്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ചെറുതല്ല വലിയൊരു സർപ്രൈസ് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം അല്ലേ ഗീസ്, നമ്മുടെ നാടിന്റെ സ്വന്തം അച്ചുണ്ണന്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ പറയാൻ തന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീസ് എല്ലാ നാട്ടിലും ഇതുപോലൊരാൾ കാണും. കാര്യം നാട്ടിൽ എന്ത് ആവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും ഒരു മടിയില്ലാതെ ഓടിയെത്തുന്ന ഒരാൾ, അതുപോലെ ഒരാളാണ് നമ്മുടെ അച്ചുണ്ണൻ ഗീസ്. 60 വയസ്സായാലും 6 വയസ്സായാലും എല്ലാവർക്കും അച്ചുണ്ണൻ ആ ഒരു കാര്യമായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ അച്ചുണ്ണൻ. പേഴ്സണലി നോക്കുവാണെങ്കിൽ ഞാനും അക്കുവൊക്കെ പണ്ട്, അതായത് നമ്മുടെ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ ഒരു സമയം തൊട്ട് തന്നെ നമ്മൾ അവരെ കൂടെ നിർത്തി എല്ലാ പരിപാടിക്കും എവിടെ പോവാണെങ്കിൽ നമ്മളെ കൊണ്ടുപോയി അങ്ങനെയായിരുന്നു നമ്മുടെ അച്ചുണ്ണനും ബാക്കിയുള്ളവരൊക്കെ, നമ്മുടെ നാട്ടിലെ അണ്ണന്മാരൊക്കെ. അതിലൊരു മെയിൻ പങ്ക് വഹിച്ചത് നമ്മുടെ അച്ചുണ്ണനാണ്. ഇപ്പോഴാണെങ്കിലും 17 വയസ്സുള്ളവനും 32 വയസ്സുള്ളവനും എല്ലാവരും ഒരേ വൈബിലാണ് നിൽക്കുന്നത് ഗീസ്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളാണ് നമ്മുടെ അച്ചുണ്ണൻ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഗീസ്. അപ്പോൾ നമ്മുടെ അച്ചുണ്ണന്റെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കൂടി പെട്ടെന്ന് രാത്രി ആയപ്പോഴത്തേക്ക് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ആ ഒരു വീഡിയോ കണ്ടു നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു ചിരിയോടല്ല നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റൂല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ജസ്റ്റ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന 60% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പുതിയ ഓഡിയൻസ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഈ ഒരു ചാനൽ റോഡ് ടു 300K ഫാമിലിയാണ്, 3 ലക്ഷം ഫാമിലി ആവാൻ പോവാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ആണ് ഒരു ലൈക്ക് ഇട്ടുതരാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കണ്ടു നോക്ക്. കേസ് അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര മഴയാവുകൊണ്ട് നമ്മൾ പാപ്പര ആട്ടോ എടുത്തുകൊണ്ടാണ് വന്നത് കേക്ക് മേടിക്കാനായിട്ട്. കേക്ക് മേടിക്കണ ചെറിയൊരു ഷർട്ട് എടുക്കാനുള്ള സ്ഥാനമുണ്ട്, ഷർട്ടും മേടിക്കുക. നമ്മൾ ഏതായാലും കേക്ക് എടുത്തത് ബട്ടർ സ്കോച്ച് 1 kg. ഇപ്പോൾ അവിടെ പേരും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. കുത്തുട്ടോ. ഓക്കെ കേസ് അങ്ങനെ സമയമില്ലാത്ത സമയത്ത് നമ്മൾ കേക്ക് മേടിച്ചത് ഓടുവാണ്. ഡാഡിക്കുള്ള ആട്ടോ ഓഫ് ആക്കിയാൽ പിന്നെ ഓണാവൂല. കയറി കേസ്. അപ്പോൾ നമുക്കിനി ഒരു ഡ്രസ്സ് മേടിക്കാനുണ്ട്, ഒരു ഷർട്ട് മേടിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൂടെ പോകാം. കേസ് അങ്ങനെ നമ്മൾ ഒരു ഷർട്ടും കൂടെ എടുത്തിട്ടുണ്ട് അച്ഛനു വേണ്ടിയിട്ട്. ഷർട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ എന്തെങ്കിലും മേടിക്കണ്ട, വേറെ ഒന്നുമില്ല. കേസ് ഇവന്മാർ തന്നെ തേച്ച് ഇവന്മാർ വരാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലാഗാക്കി. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇതും ബാക്ക് ചെയ്ത് നേരെ ഇനി അങ്ങോട്ട് പോകാം. അച്ഛനെ വിടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് വിളിച്ചിട്ട് അച്ഛനാണ് ജൂനിയറും സീനിയർ. അപ്പൊ നമ്മൾ ക്യാപ്റ്റന്റെ ബർത്ത്ഡേ ആണ്, സീനിയറിന്റെ ബർത്ത്ഡേ ആണ്. നമുക്കിനി പാക്ക് ചെയ്തിട്ട് പോവാം. കേസ് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഓക്കെ ബ്രോ, താങ്ക് യു. ഓക്കെ കേസ്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. കേസ് അപ്പോൾ നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. പയ്യന്മാരടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് തകർത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ക്യാമറ നേരെ അമ്പുവിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അമ്പു ബാക്കി ക്ലബിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മൾ കേക്ക് വാങ്ങി, അച്ഛൻ്റെ ഷർട്ട് വാങ്ങി, ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളുമായി ഇതാ നമ്മൾ ക്ലബിലേക്ക് ആഗതരായിരിക്കുകയാണ്. തൂമണി പോൽ പുഞ്ചിരി നിന്നലിയാതെ മാനൊഴിയാതെ ഒരായിരം പിറന്നാൾ ആശംസകൾ. 1000 അല്ല, വിരലുകളിൽ എണ്ണിയാ തീരാത്ത വയസ്സുകളുമായി മുന്നേറുന്ന മെഴുകുതിരി മേടിക്കാത്തതിന്റെ മെയിൻ കാരണം എടുത്ത് അച്ഛനെ എന്താണ് പറയാനുള്ള ഈ ഒരു നിമിഷം? വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തതിന് നന്ദി. ഓക്കെ വേറെ നനഞ്ഞടാ ഒരു കേക്ക് കിട്ടിയ അറിഞ്ഞൂടല്ലേ ശ്രീകുട്ട നിനക്ക്. ഇപ്പൊ താഴെ പോണല്ലേ. വന്നാലും ഇത് വെച്ചോളൂ. അത് കൊള്ളാം. നമ്മുടെ പയ്യന്മാരുടെ സമ്മാനമുണ്ട്. ജസ്റ്റ് ആരെങ്കിലും വന്നേ.
ആ ഓക്കെ അങ്ങോട്ടില്ല എടാ അവന്മാരെ എല്ലാവരും പിടിച്ചോ പിടിയടാ എന്നും രാവിലെ കുളിച്ച് തടിക്കുമ്പോൾ എന്നെ ഓർക്കണം. ഇനിയുണ്ട്. എവിടെ ഓടി വന്നത്? എവിടെ ഓടി വന്നത്? എന്നും സമയം നോക്കുമ്പോൾ എന്നെ ഓർക്കണം. എന്നാ പിന്നെ എന്താണ് ചിരിച്ചോണ്ടിങ്ങനെ കേക്കട്ടി മുറുക്കി വെച്ചോ ആ 36ാമത്തെ വയസ്സിൽ അങ്ങനെ രണ്ട് കുറച്ച് സ്ഥലം വയസ്സിൽ അച്ചു Happy birthday to you. Happy birthday to you. Happy birthday dear Rachana. Happy birthday to you. Kid. ഫസ്റ്റ് ഏറ്റവും മൂത്ത ചങ്കരാണ്. എല്ലാവർക്കും മധുരം പകരുന്നു. ശങ്കരാണോ ഷുഗറാണ്? കേക്കിനെ പറ്റില്ലേണ. അടുത്ത ജൂനിയർ അച്ചു, വൈസ് ക്യാപ്റ്റൻ. 20 വയസ്സായി. ഓ ശങ്കരണ്ണ സൈഡിലോട്ട് മാറി നിൽക്കുകയാണ്. ആ അതാണ് ഇപ്പോഴും തളരാത്ത പോരാളി. അതെ ശങ്കരേട്ടൻ കണ്ടില്ലേ, പറന്നാണ് കയറുന്നത്. കോഴികളെ ഓടിച്ചിട്ട് പഠിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അച്ഛനെ എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. ബർത്ത്ഡേ ഷർട്ടൊക്കെ നോക്കിയോ? 32ാമത്തെ നിറവിലിരിക്കുമ്പോ കണ്ണാടി വയ്യ അങ്ങാട്ട് കണ്ണ് നിറയുന്നു. ഹാപ്പിയല്ലേ? അതാണ് എല്ലാം ഇഷ്ടപ്പെടും. നമ്മുടെ എല്ലാവരും നമ്മുടെ പയ്യന്മാരെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് അല്ലേടാ എല്ലാം അച്ചു ആയാലും എല്ലാരായാലും കട്ടക്ക് സഹകരിച്ച്. കാശി ഇത് നമ്മുടെ വിജയം. അച്ഛനെ പോയാ കരയാൻ പോയാ കട്ട് യാസിനെ കട്ട് ചെയ്തേ. അതെ പണ്ട് ഇറച്ചി വെട്ടുന്ന യാസിന്റെ അടുത്ത് കേക്ക് വെട്ടാനോ അളവ് പോയേട്ടാ. ഒരു സാധനം കണ്ടു കേട്ടോ ഇങ്ങനെ കട്ടിയാണത്. അതുകൊണ്ട് മോട്ടിച്ചാണ് കേക്ക് കെട്ടിയുന്നത്. അച്ഛോ ഒറ്റ ഷർട്ട് അധികം ഒന്നും നോക്കിയില്ല. ചെന്ന് കയറിയപ്പോ കണ്ണി പിടിച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അപ്പഴേ എടുത്തു. എടാ എനിക്ക് കുറച്ച് മതിയടാ. അത്രയും വേണ്ട എനിക്ക് കുറച്ച്. ബാച്ച് അൺബോക്സിംഗ്. എന്ത് പറഞ്ഞാലും അതെ അതെ സന്തോഷം. ഓക്കെ എൻജോയ്. ഇല്ല അതിന്റെ അതെ
കേസ് അപ്പൊ എന്തായാലും നമ്മൾ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ത് ചെയ്യണം അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിടക്കാറ്റ് കാണുന്നവരെ എല്ലാവർക്കും നാളെ തൊട്ട് പോയില്ല ചേട്ടാ അപ്പൊ ഒരു ബ്ലിപ്പടിച്ചോ ബ്ലിപ്പടിച്ചോ ഓ